ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ ക്ലാസ്സിൽ ആത്മാ കഹ എന്ന വീണ്ടും ചോദ്യത്തിന് സച്ചിദാനന്ദ സ്വരൂപ എന്ന് ഒരു ഉപദേശം. അപ്പൊ എന്താണ് സത്, എന്താണ് ചിത്, എന്താണ് ആനന്ദം? അതിനെ പ്രത്യേകം ചോദിച്ചു. സത് കിം, കാലത്രയേപി തിഷ്ഠതി യത് തത് സത്. മൂന്ന് കാലത്തും മാറാതെ നിലനിൽക്കുന്നു. മൂന്ന് കാലത്ത് ഭൂതം, ഭാവി, വർത്തമാനം. അപ്പൊ ഈ കാലത്താൽ ഹനിക്കപ്പെടാത്ത, ബാധിക്കാത്തത് എന്ന അർത്ഥത്തില് കാലത്രയേപി, മൂന്ന് കാലത്തും ഭൂതവും ഭാവിയും വർത്തമാനത്തിലും മാറ്റമില്ലാതെ യാതൊന്ന് നിലനിൽക്കുന്നുവോ അത് സത്. ഇത് നമ്മളിലേക്ക്, ഓരോ ജീവനിലേക്ക് ഇത് വരുന്ന സമയത്ത് എങ്ങനെയാണ്? തൊട്ടു മുമ്പ് പറയപ്പെട്ടിരുന്ന ജാഗ്രത്, സ്വപ്ന, സുഷുപ്തിയും നമ്മെ സംബന്ധിക്കുന്ന മൂന്ന് അനുഭവ മണ്ഡലങ്ങളാണ്. ഈ മൂന്ന് അനുഭവ മണ്ഡലങ്ങളിലും മാറാതെ നിൽക്കുന്ന ഒന്നും. അതെന്താണ്? ജാഗ്രത അവസ്ഥയില് ഞാൻ കാണുന്നു, ഞാൻ കേൾക്കുന്നു, ഞാൻ രുചിക്കുന്നു, ഞാൻ സ്പർശിക്കുന്നു, ഞാൻ ഘ്രാണിക്കുന്നു എന്ന് പറയുന്ന ഒരു ഞാനും അനുഭവവുമുണ്ട്. പിന്നെ സ്വപ്നാവസ്ഥയിൽ അനുഭവിച്ചു കഴിഞ്ഞതിന് ശേഷം പറയുന്നു ഞാൻ ഒരു സ്വപ്നം കണ്ടു. ഇനി ഗാഢസുഷുപ്തിയിൽ പറയുന്നു ഞാൻ ഒന്നും അറിഞ്ഞില്ല എന്ന്. ഈ മൂന്ന് അവസ്ഥകൾ മാറുന്നു. ജാഗ്രത അവസ്ഥയിൽ സ്വപ്നമില്ല, സ്വപ്നത്തിൽ ജാഗ്രത്വമില്ല, സുഷുപ്തിയുമില്ല. ജാഗ്രത്തിൽ അതുപോലെ തന്നെ സ്വപ്നവും സുഷുപ്തിയും ഇല്ലാത്തതാണ്. സുഷുപ്തിയിലോ ജാഗ്രത്തും സ്വപ്നവും ഇല്ല. അപ്പൊ പക്ഷെ ആരുണ്ട്? ഞാൻ എന്ന ബോധമുണ്ട്. അപ്പൊ ആത്മാവിനെ വിവരണം ചെയ്ത സമയത്ത് അവസ്ഥാത്രയ സാക്ഷി സൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അവസ്ഥാത്രയങ്ങൾക്ക് സാക്ഷിയായിട്ടുള്ള എന്താണ് അവസ്ഥാത്രയങ്ങൾ? ജാഗ്രത്, സ്വപ്ന, സുഷുപ്തി. അപ്പൊ ഞാൻ ജാഗ്രത്തിലെ എൻ്റെ 5 പ്രപഞ്ചാനുഭവങ്ങളെ പ്രത്യേകം അറിഞ്ഞവനാണ്. അതുപോലെ തന്നെ സ്വപ്നത്തെ അറിഞ്ഞ ഞാനൊന്നും അറിഞ്ഞില്ല എന്ന് ഞാൻ അറിഞ്ഞതാണ്. അറിവാണ്, എന്നെ സംബന്ധിക്കുന്ന അറിവാണ് ഇത് ഞാൻ. അപ്പൊ ഈ ഞാനിന് മാറ്റമില്ലാത്തതാണ്. ഞാൻ എന്ന ബോധം, സമഷ്ടി ബോധത്തിലേക്ക് അത് വന്നു കഴിഞ്ഞാല് ഭൂതവും ഭാവിയും വർത്തമാനത്തിലും ഒക്കെ അതിൻ്റെ ഒന്നും അതിരുകളാൽ എന്താ പറയാ, ഏതെങ്കിലും തരത്തിൽ പരിമിതപ്പെടാത്തത്, അപരിമേയമായിട്ട്. ആ നിലയില് കാലത്രയേപി തിഷ്ഠതി യത് തത് സത്. ചിത്, ആനന്ദ, സത്, ഇത് മൂന്നും ചർച്ച ചെയ്തു. സത് എന്ന് പറഞ്ഞാൽ കാലത്രയേപി തിഷ്ഠതി. അതുപോലെ ചിത് എന്ന് പറഞ്ഞാൽ എന്താണ്? ജ്ഞാനസ്വരൂപ, അത് അറിവായി പ്രകാശിക്കുന്നതാണ്. ആനന്ദം അതിൻ്റെ അനുഭവമാണ്. ഇങ്ങനെ സച്ചിദാനന്ദം എന്നതിനെ നിർവചിച്ചു. ഏവം സച്ചിദാനന്ദ സ്വരൂപം സ്വാത്മാനം വിജാനീയാത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടു. ഇങ്ങനെ സച്ചിദാനന്ദ സ്വരൂപമായിരിക്കുന്ന ആത്മാവിനെ, ഇങ്ങനെയാണ് സച്ചിദാനന്ദ സ്വരൂപമാണ് ആത്മാവെന്ന് അറിയേണ്ടത്. അപ്പൊ തത് വ്യതിരിക്തം സർവമനിത്യം എന്ന് പറഞ്ഞിരുന്നു. അതിൽ നിന്ന് ഭിന്നമായതല്ല. ആ ഭിന്നമായതിനെയൊക്കെ വള, മാല, കമ്മല്, എൻ്റെ വള, എൻ്റെ മാല, എൻ്റെ മോതിരം, എൻ്റെ വീട്, എൻ്റെ എന്താ പറയുക, ഇത് പറഞ്ഞതുപോലെയാണ് സ്വസ്മാത് ഭിന്നം, അതിൽ നിന്ന് ഭിന്നമാണ് ഞാൻ എന്ന്. തുടർന്ന് പറഞ്ഞു 24 അതാ ചതുർവിംശതി തത്വപ്രകാരം വക്ഷ്യാമഹ. ഞാൻ 24 തത്വപ്രകാരത്തിൽ പറയാം എന്ന് പറഞ്ഞു. ഇതാണ് നമ്മൾ അവസാനം ഇന്നലെ ചർച്ച ചെയ്തു വെച്ചത്. അപ്പൊ എന്തൊക്കെയാണ് ആ 24 തത്വങ്ങള്? വളരെ ശ്രദ്ധിച്ചു കേൾക്കുക. ആദ്യം തന്നെ പറയുന്നു, എന്താണ്? ബ്രഹ്മാശ്രയ സത്വരജ
തമോ ഗുണാത്മിക മായ അസ്തി. ആദ്യം തന്നെ മായയെ ഒന്നാമത്തെ തത്വമായിട്ട് ചതുർവിംശതി 24 തത്വങ്ങളിൽ ഒന്നാമത്തേതിനെ മായയെ പറയും. എങ്ങനെയാണ് മായ? ബ്രഹ്മാശ്രയ, ബ്രഹ്മത്തെ ആശ്രയിച്ചുകൊണ്ട് സത്വരജ തമോ ഗുണാത്മിക, സത്വഗുണവും രജോ ഗുണവും തമോ ഗുണവും ചേർന്നിട്ടുള്ള ഈ ഗുണങ്ങളാൽ സമ്മിശ്രമായിരിക്കുന്ന മായ അസ്തി, മായ ഉണ്ട്. ഈ മായയാണ് കൃഷ്ണോപനിഷത്ത് പറയുമ്പം ദേവകി എന്ന് പറയുന്നത്. ആ കൃഷ്ണോപനിഷത്തില് അത് എന്താ ആരാണ് എന്താ ദേവകി ബ്രഹ്മപുത്ര യാ സാ യാ വേദൈരുപഗീയതേ അജേയ വൈഷ്ണവി മായ. ബ്രഹ്മസംബന്ധിയായ മായ, ജയിക്കാൻ പ്രയാസമായിട്ടുള്ള മായയാണ് ദേവകി എന്ന് പറയുന്നത്. അപ്പൊ ദേവകിയാണ് കൃഷ്ണന് ജന്മം നൽകിയത്. മായയിലാണ് ജനിമൃതികൾ ഉണ്ടാകുന്നത്. ജനനത്തിന് കാരണം മായയാണ്. അപ്പൊ എന്താ മായ? നാമത്തെയും രൂപത്തെയും ഉണ്ടാക്കുന്ന ഏർപ്പാടാണ് മായ എന്ന് പറയുന്നത്. അത് യാഥാർത്ഥ്യമാണ്. അതുകൊണ്ടാണ് മായ ഇല്ലാത്തത് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ആദ്യം തന്നെ മായയെ പറയും. ആ മായ എങ്ങനെയാണ്? ഇതിനെ ആശ്രയിച്ചിട്ടുള്ളതാണ്. തീർച്ചയായിട്ടും നാമവും രൂപവും ഒന്നിനെ ആശ്രയിക്കണമല്ലോ. ഈ പ്രപഞ്ചത്തിൽ നമ്മൾ കാണുന്ന സർവനാമ രൂപങ്ങളും ആശ്രയിച്ചിരിക്കുന്നത് ബ്രഹ്മത്തെയാണ്. എങ്ങനെയാണോ വളയും മാലയും കമ്മലും മോതിരവും ഒക്കെ ആ നാമവും രൂപവും ആശ്രയിച്ചിരിക്കുന്നത് എന്തിനെയാണ്? സ്വർണത്തെയാണ്. അപ്പൊ ആദ്യത്തെ 24 തത്വങ്ങളിൽ ആദ്യത്തേത് ബ്രഹ്മാശ്രയ സത്വരജ തമോ ഗുണാത്മിക മായ അസ്തി. മായയെ പറയുന്നു. മായ ഉണ്ട്. തഥ, അതിൽ നിന്ന് ആകാശ സംഭൂത. ഇതാണ് സൃഷ്ടി. അപ്പൊ സൃഷ്ടിയെ കുറിച്ച് പഠിക്കുമ്പോൾ എന്താണ് ആദ്യം ഉണ്ടായത്? മത്സ്യമാണ്, കൂർമ്മമാണ്, വരാഹമാണ്? അതല്ല, അത് അവതാരങ്ങളാണ്. അവതാരം വേറെ, സൃഷ്ടി വേറെ. പലപ്പോഴും നമുക്ക് ഈ സനാതന ധർമ്മത്തിന്റെ അടിസ്ഥാനങ്ങൾ അറിയാതെ പോകുമ്പോഴാണ് നമ്മൾ ഇത്തരം ധാരണാപിശകുകളിലൊക്കെ പെടുന്നത്. അവതാരം എന്ന് പറയുന്നത് അത് അസംഖ്യമാണ്, എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റാത്തതായിട്ടുള്ളതാണ്. എന്ന് പറഞ്ഞാൽ എല്ലാം അവതാരമാണ്. സൃഷ്ടിയെ കുറിച്ച് പറയുമ്പോൾ എന്താണ് ഉണ്ടായത്? ആദ്യത്തേത് എന്ന് പറയുന്നത് മായയാണ്. ആ മായ എന്ന് പറഞ്ഞാൽ ഒരു നാമവും ഒരു രൂപവും ഒന്ന് സങ്കല്പിക്കുക. അതിൽ എന്തുണ്ടായി? അതിൽ നിന്ന് എന്താ ഉണ്ടായത്? തഥാ ആകാശ സംഭൂത, ആകാശം സംഭവിച്ചു. ഉപനിഷത്തിൽ, വേദത്തിൽ ഇത് പറയുമ്പോൾ ഏതസ്മാത്, അതിൽ നിന്ന്, ആകാശ സംഭൂത, ആകാശം സംഭവിച്ചു, ആകാശം ഉണ്ടായി. അപ്പൊ ആകാശമാണ് ആദ്യത്തെ പഞ്ചമഹാഭൂതങ്ങളിലെ ആദ്യത്തേത്. ആകാശം സൃഷ്ടിയിൽ ആദ്യം സംഭവിക്കുന്നത് ആകാശം എന്ന് പറഞ്ഞാൽ സ്പേസ് ഇല്ലാതെ എവിടെയാ സൃഷ്ടി നടക്കുന്നത്? സൃഷ്ടിയുടെ ഏറ്റവും സൂക്ഷ്മമായിട്ടുള്ളത് എന്താണ്? സ്പേസ് തന്നെയാണ്. സ്പേസിന്റെ അഭാവത്തിൽ എവിടെ സൃഷ്ടി നടക്കാനാ? നടക്കില്ല എന്ന് പറയും. ആദ്യം സ്പേസാണ്. അതിൽ നിന്ന് എന്തുണ്ടായി? ആകാശാത് വായു, ആകാശത്തിൽ നിന്ന് വായു ഉണ്ടായി. അപ്പോ ആകാശത്തിൽ നിന്ന് വായു ഉണ്ടായി എന്ന് പറയുമ്പോൾ വായു എപ്പോഴും ആശ്രയിച്ചിരിക്കുന്നത് ആകാശത്തെയാണ്. ഇനിയുള്ള ഭൂതങ്ങളെല്ലാം പരസ്പര ആശ്രയത്തിലാണ്. അതെല്ലാം അടിസ്ഥാനമായിട്ട് ആശ്രയിച്ചിരിക്കുന്നത് ആകാശത്തെ. ആകാശവും ആശ്രയിച്ചിരിക്കുന്നത് ഏതിനെയാണെന്ന് അറിയണം. ഇങ്ങനെ അറിയുമ്പോഴാണ് നമുക്ക് ഈ ബോധം എന്ന് പറയുന്നത് എന്താണ്, അത് ശരീരത്തിലാണോ, അത് എവിടെയാണ് എന്നൊക്കെ ഉള്ളത് നന്നായിട്ട് ബോധിക്കുള്ളൂ. സൃഷ്ടിയുടെ ആ ക്രമം പറയുകയാണ്. ആകാശം ഉണ്ടായി, ആകാശത്തിൽ നിന്ന് വായു ഉണ്ടായി. അപ്പൊ വായു എപ്പോഴും ആകാശത്തിന്റെ അസാന്നിധ്യത്തിൽ വായുവിന് നിലനിൽപ്പില്ല. പക്ഷെ വായുവിന്റെ അസാന്നിധ്യത്തിൽ ആകാശത്തിന് നിലനിൽപ്പുണ്ട്. സ്പേസിൽ എല്ലായിടത്തും വായു ഇല്ല. വായു ഇല്ലാത്ത എത്രയോ സ്പേസ് ഉണ്ട്. നമ്മളും പറയാറുണ്ടല്ലോ, അവിടെ ഒന്നും വായു സഞ്ചാരം ഇല്ല. വായുവിന് സഞ്ചരിക്കണമെങ്കിൽ സ്പേസ് വേണം. ആകാശാത് വായു.
വായോഹോ അഗ്നി, വായുവിൽ നിന്ന് അഗ്നി. വായോ തേജ, ഇവിടെ തേജാണ്, തേജസ് എന്ന് പറഞ്ഞാൽ അഗ്നി, വായു തേജ. അഗ്നി എപ്പോഴും ആശ്രയിച്ചിരിക്കുന്നത് വായുവിനെയാണ്. വായുവിന്റെ അസാന്നിധ്യത്തിൽ അഗ്നിക്ക് ജ്വലിക്കാൻ സാധിക്കില്ല. നമുക്കറിയാലോ, ഓക്സിജൻ ഇല്ലാതെ അഗ്നിക്ക് നിലനിൽക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമുക്ക് ഓക്സിജൻ വേണ്ടി വരുന്നത്. നമ്മൾ എന്തുകൊണ്ടാണ് നമ്മുടെ ഉള്ളിൽ അഗ്നി ഉണ്ട് എന്ന് പറയാം. ആ അഗ്നി തെളിയാതെ നിൽക്കണമെങ്കിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ മെഴുകുതിരി കത്തിച്ചതുപോലെയോ വിളക്ക് കത്തിച്ചതുപോലെയോ അല്ല. അഗ്നി തത്വമാണ് നമ്മളെ നിലനിർത്തുന്നത്. ആ അഗ്നി തത്വം ഉള്ളിലുള്ളത് കൊണ്ടാണ് നമ്മുടെ ശരീരത്തിന് ചൂടുള്ളത്. അപ്പൊ ഓക്സിജൻ അനിവാര്യമാണ്. അതുകൊണ്ടാണ് അത് ഉള്ളിൽ കത്തിക്കുക തന്നെയാണ്. ആ കത്തിച്ചു കഴിഞ്ഞ് പുറത്തു വിടുന്നതാണ് കാർബൺ ഡൈ ഓക്സൈഡ്. ഒരു വാഹനത്തിന്റെ പ്രവർത്തനം പോലെ തന്നെ ഇതിന്റെ ഉള്ളിൽ എഞ്ചിൻ പ്രവർത്തിച്ച് സൈലൻസറിലൂടെ പുറത്തേക്ക് വരുന്ന കാർബൺ ഡൈ ഓക്സൈഡ് കാറും ലോറിയും ഒക്കെ പുറത്തു വിടുന്നത് പോലെ നമ്മളും പുറത്തേക്ക് വിടുന്നുണ്ട്. കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തു വിടും. ഇത് നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള സയൻസ് ആണല്ലോ. പക്ഷെ അന്നും നമ്മൾ ആലോചിച്ചിട്ടുണ്ട്, ഈ വാഹനത്തിൽ നിന്നൊക്കെ ഇത് പുറത്തു വരുന്നുണ്ട്. പക്ഷെ നമ്മുടെ നിന്ന് ഇത് പുറത്തു വരുമ്പോൾ ഇത് ഓക്സിജൻ എടുക്കുന്നത് എന്തൊക്കെയോ പരിപാടി ഉള്ളിൽ നടക്കുന്നുണ്ട്. അപ്പോ വായു തേജ, വായുവിൽ നിന്നാണ് അഗ്നി. അഗ്നി എന്ന് പറഞ്ഞാൽ അത് അഗ്നിയുടെ ദാഹക ശക്തിയും ദാഹന സാമർഥ്യവും അതിന്റെ നിലനിൽപ്പും ഒക്കെ വായുവിനെ ആശ്രയിച്ചത്. തേജസ ആവ, അഗ്നിയിൽ നിന്നാണ് ജലതത്വം ആവിർഭൂതമാകുന്നത് അഗ്നിയിൽ നിന്നാണ്. അദ്ഭ്യ പൃഥ്വി, ജലത്തിൽ നിന്നാണ് ഭൂമി. ഇങ്ങനെ ഏതേഷാം പഞ്ചതത്വാനാം മധ്യേ ആകാശസ്യ സാത്വികംശാത് ശ്രോത്രേന്ദ്രിയം സംഭൂതം. ഇതാണ് നമ്മുടെ ശരീരശാസ്ത്രം. ഇങ്ങനെ നമ്മള് ഈ ഭൗതിക ശാസ്ത്രത്തിൽ MBBS ഇങ്ങനെ പഠിക്കുന്നില്ല എന്നാണ് ഡോക്ടർമാര് നമ്മളോട് പറഞ്ഞത്. അവര് പഠിക്കുന്നത് നിങ്ങൾക്ക് തിരുത്താവുന്നതാണ്. അതായത് ഇവിടെ പറഞ്ഞു വരുന്നത് ഇത്രയാണ്: നമ്മുടെ കാതിന്റെ കുഴപ്പങ്ങളെ കുറിച്ചൊക്കെ ഡോക്ടർമാര് നോക്കും. അതിന് എന്താണ്, അതിലെ ഞരമ്പ്, അത് ഇത്, അതിന്റെ ഡയഫ്രം, ഇങ്ങനെ സകല ഗുണ്ടാവണ്ടികളെ കുറിച്ചും അവർക്ക് അറിയാം. സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും, എക്സ്റേ എടുത്താൽ മനസ്സിലാവും, അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ കുഴപ്പങ്ങൾ ഉണ്ടെങ്കിൽ അത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാവും. ഇതെല്ലാം ഉണ്ട്, ഇതെല്ലാം പഠിക്കുന്നുണ്ട്. പക്ഷെ ഈ കാത് എങ്ങനെയാണ് ഉണ്ടാക്കിയത്? അത് വളരെ, കാതിന്റെ അധിഷ്ഠാന ദേവത ദിക്കാണെന്ന് പറഞ്ഞു. അതല്ല, ഇവിടെ എന്താ പറയുന്നത് അറിയോ? ഏതേഷാം പഞ്ചതത്വാനാം മധ്യേ, ഈ പഞ്ചതത്വങ്ങളുടെ മധ്യത്തിൽ, ഇടയില് ആകാശസ്യ സാത്വികംശാത്, ആകാശത്തിന്റെ സാത്വികമായ അംശം കൊണ്ട് ശ്രോത്രേന്ദ്രിയം സംഭൂതം, ശ്രോത്രേന്ദ്രിയം ഉണ്ടായി. നമ്മുടെ മാത്രമല്ല, സകല ജീവജാലങ്ങൾക്കും കേൾവി ഏതൊക്കെ ജീവജാലങ്ങൾക്കുണ്ടോ അത് മുഴുവൻ സംഭവിച്ചിട്ടുള്ളത് ആകാശത്തിന്റെ സാത്വികമായ അംശം കൊണ്ടാണ്. അപ്പൊ ഇവിടെ നേരത്തെ പറഞ്ഞുവല്ലോ, മായയോടൊപ്പം ഉണ്ടായിട്ടുള്ളത് എന്തൊക്കെയാണ്? 3 ഗുണങ്ങളോട് കൂടിയിട്ടാണ്. സത്വ രജ തമോ ഗുണാത്മിക. അപ്പൊ ഈ 5 മഹാഭൂതങ്ങൾക്ക്, ആകാശത്തിനും വായുവിനും അഗ്നിക്കും ജലത്തിനും ഭൂമിക്കും 3 ഗുണങ്ങളുണ്ട്. ഏതൊക്കെ ഗുണങ്ങളാണ്? സാത്വികവും രാജസികവും താമസികവുമായിട്ടുള്ള ഭാവങ്ങൾ. അപ്പൊ ഇതിലെ രാജസികവും താമസികവും സാത്വികവും രാജസികവും താമസികവുമായതിൽ നിന്ന് നമ്മുടെ ഓരോരോ ഇന്ദ്രിയങ്ങളെ സൃഷ്ടിച്ചെടുത്തതിനെ കുറിച്ച് പറയാം. ഇത് ഗവേഷണത്തിന് വിഷയമാക്കേണ്ടുന്നതാണ്. വളരെ രസമായിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്. അപ്പൊ സമഷ്ടി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ സമഷ്ടി ആകാശത്തിൽ നിന്ന്, ആകാശത്തിന്റെ ഏകദേശം പഞ്ചതത്വാണ്, ഈ 5 തത്വങ്ങളിൽ നിന്ന്, ആകാശം വായു അഗ്നി ജലം ഭൂമി എന്ന തത്വത്തിൽ നിന്ന് മധ്യേ ആകാശസ്യ സാത്വികംശാത്, ആകാശത്തിന്റെ സാത്വികമായ അംശത്തിൽ നിന്ന് ശ്രോത്രേന്ദ്രിയം സംഭൂതം, കാതിന്റെ ആ കേൾവി പ്രക്രിയയുടെ
കാത് എന്ന് പറഞ്ഞാൽ ഈ മാംസതളമായിട്ടുള്ള കാത് എന്നല്ല. കേൾവി എന്ന് പറയുന്ന ആ പ്രക്രിയയുണ്ട്, അതിനെ രൂപപ്പെടുത്തി. ആ ഇന്ദ്രിയം എന്ന് പറയുമ്പോൾ അതാണ്, അതിനെ രൂപപ്പെടുത്തി. അത് സംഭവിച്ചു. വായോഹോ സാത്വികംശാത്, രണ്ടാമത്തെ ഭൂതമായിട്ടുള്ള വായുവിന്റെ സാത്വികമായ അംശത്തിൽ നിന്ന് ത്വകിന്ദ്രിയം സംഭൂതം, നമ്മുടെ ത്വക്കിനെ സൃഷ്ടിച്ചു. അപ്പൊ ഇതൊക്കെ സൃഷ്ടിക്കപ്പെട്ട് കഴിഞ്ഞിട്ടും ഇതെപ്പോഴും ഈ 5 ഭൂതങ്ങളുമായി ഉൾച്ചേർന്നുകൊണ്ട് നിലകൊള്ളുന്നു എന്നുള്ള വലിയൊരു തിരിച്ചറിവിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. ആ തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകുന്ന സമയത്താണ് നമ്മുടെ ശരീരം എത്രമാത്രം ശുദ്ധമാക്കി നമ്മൾ വെക്കുന്നുവോ അതുപോലെ ശുദ്ധമാക്കി വെക്കേണ്ടതാണ് ഈ സമഷ്ടി പഞ്ചമഹാഭൂതങ്ങൾ എന്ന തിരിച്ചറിവ് നമുക്ക് ഉണ്ടാവുക. കാരണം ഇത് എൻ്റെ ശരീരം എന്ന് പറയുന്നത് കേവലം വ്യക്തി ശരീരം മാത്രമല്ല, എനിക്കൊരു പ്രപഞ്ച ശരീരമുണ്ട്. ഈ പ്രപഞ്ച ശരീരത്തെ നമ്മളെ ബോധിപ്പിക്കുകയാണ്, നീ എന്ന് പറയുന്നത് കേവലം ഒരു ദേശത്ത് കാലത്ത് വസ്തുവിൽ പരിമിതമായി നിലകൊള്ളുന്നതല്ല. നിന്റെ ഈ അപരിമേയത്വം അറിയണമെങ്കിൽ എന്തിലേക്ക് നമ്മൾ വളരണം? നമ്മൾ ഈ മഹാഭൂതങ്ങളിലൂടെ എങ്ങനെയാണ് നമ്മുടെ ഇന്ദ്രിയങ്ങളും ആ ഭൂതങ്ങളും തമ്മിൽ ചേർന്ന് നിൽക്കുന്നത്. അപ്പോ വായുവിന്റെ സാത്വികാംശം കൊണ്ടാണ് എൻ്റെ ത്വകീന്ദ്രിയത്തെ സൃഷ്ടിച്ചെടുത്തത്. മന്ദമാരുതന്റെ തലോടലൊക്കെ നമ്മൾ കവിതകളിലും പാട്ടുകളിലും ഒക്കെ വർണ്ണിക്കുമല്ലോ. അത് വന്ന് തലോടുന്ന സമയത്ത്, പോകുന്ന സമയത്ത് എന്നിലോ അതുണ്ടാക്കി ഇതുണ്ടാക്കി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ആ വായുവാണ് എപ്പോഴും നമുക്ക് ഈ സ്പർശന ഇത് അനുഭവപ്പെടുത്തി തരുന്നത്. അത് നിരന്തരം ആ പ്രക്രിയ പുറത്തും അകത്തും ഒക്കെ ഒരുപോലെ നടക്കുന്നുണ്ട്. അപ്പൊ വായുവിന്റെ സാത്വികാംശം കൊണ്ട് ത്വകിന്ദ്രിയവും സൃഷ്ടിച്ചു. അഗ്നേഹേ സാത്വികാംശാത് ചക്ഷുരിന്ദ്രിയം സംഭൂതം, അഗ്നിയുടെ സാത്വികമായ അംശത്തിൽ നിന്നാണ് നേത്രത്തെ സൃഷ്ടിച്ചിട്ടുള്ളത്. കാഴ്ച എന്ന് പറയുന്ന പ്രക്രിയ അത് അത്ഭുതമാണ്. ഒരു മൊട്ടുസൂചിന്റെ അഗ്രത്താണ് അതിന്റെ ആ പോയിന്റ്, ആ വിഷൻ പോയിന്റ് എന്ന് പറയും. ഒരു വിരൽ വെച്ചാൽ മറഞ്ഞു പോകും, 2 വിരൽ കൊണ്ട് നമ്മുടെ ദൃഷ്ടി മറയ്ക്കാൻ പറ്റും. എന്നാൽ 2 വിരലിന്റെ അത്ര ഉള്ളതാണോ നമ്മൾ കാണുന്നത്? കാഴ്ചയുടെ ഒരു ഇത് മൊട്ടുസൂചിയുടെ ആ അഗ്രം പോലെയുള്ളതാണ്. പക്ഷെ കാണുന്ന കാഴ്ചകളോ അത്രയേ ഉള്ളൂ. സമുദ്രത്തെ എന്തൊക്കെ നമ്മൾ കാണുന്നു, വലിയ പർവ്വതങ്ങൾ, എന്തൊക്കെ ഭീമാകാരമാണ്. അത്രയും വലിയ സാധനത്തിനെ ഒതുക്കുന്ന ഫ്രെയിമിന്റെ ഒരു ഏർപ്പാട് നോക്കൂ. അണോഹോ അണിയാൻ മഹതോ മഹിയാൻ, ഏറ്റവും വലുതിനെ കാണിച്ചു തരും. ആണല്ലോ, ഒരു ചെറിയ സുഷിരത്തിലൂടെ നമ്മൾ നോക്കുന്ന സമയത്ത്, ഒരു മതിലിന്റെ സുഷിരാണെങ്കിൽ നമുക്ക് പുറത്ത് കാണുന്നൊരു കാഴ്ച. ലോഹിതദാസിന്റെ ഒരു സിനിമ ഉണ്ട്, ഭൂതക്കണ്ണാടി. മമ്മൂട്ടി ആ ജയിലിന്റെ ഉള്ളിൽ എന്തെല്ലോ ഒന്നൊരു സുഷിരത്തിലൂടെ തനിയാവർത്തനം അങ്ങനെ എന്തിലോ ഒന്നിലാണ് ആ ഒരു കാഴ്ച കാണിക്കുന്നത് പുറത്തേക്ക്. പറഞ്ഞു വന്നത്, ഒരു ചെറിയ ഒരു സുഷിരം മതി. ഒരു ചെറിയ സുഷിരത്തിലൂടെ നമുക്ക് വലിയൊരു കാഴ്ച കാണിച്ചു. പറഞ്ഞു വന്നത് ഈ നേത്രം, ആ പ്രക്രിയ, കാഴ്ച എന്ന് പറയുന്ന പ്രക്രിയ നടക്കുന്നത് എന്താ പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ കേവലം നമ്മുടെ കണ്ണ് എന്നുള്ളത് മാത്രമല്ല, അങ്ങനെ മനസ്സിലാക്കിയിരിക്കുന്നത്. ആ പ്രക്രിയ നടത്തുന്നത് അഗ്നിയുടെ സാത്വിക അംശത്തിൽ നിന്നാണ് നേത്രത്തെ സൃഷ്ടിച്ചത്, നേത്രം സംഭവിച്ചിട്ടുള്ളത്. അഗ്നേഹേ സാത്വികാംശാത് ചക്ഷുരിന്ദ്രിയം സംഭൂതം, ജലസ്യ സാത്വികാംശാത് രസനേന്ദ്രിയം സംഭൂതം, ജലത്തിന്റെ സാത്വിക അംശത്തിൽ നിന്നാണ് രസനേന്ദ്രിയത്തെ സൃഷ്ടിച്ചിട്ടുള്ളത്. നമ്മൾ ടേസ്റ്റ് ബഡ് എന്ന് പറയുന്ന നമ്മുടെ രസമുകുളങ്ങൾ എന്നാണല്ലോ പറയുക, അത് ജലത്തിൽ നിന്നാണ്. നമ്മുടെ നാവ്, കേവലം നാവ് മാത്രമല്ല ആ ടേസ്റ്റിനെ മനസ്സിലാക്കുന്ന രസനേന്ദ്രിയം, അത് സൃഷ്ടിച്ചിട്ടുള്ളത് ജലത്തിന്റെ സാത്വികമായ അംശത്തിൽ നിന്നാണ്. പൃഥിവ്യ സാത്വികാംശാത് ഘ്രാണേന്ദ്രിയം സംഭൂതം, ഭൂമിയുടെ സാത്വികമായ അംശത്തിൽ നിന്ന്
നാസികയെ സൃഷ്ടിച്ചു, ഘ്രാണേന്ദ്രിയത്തെ സൃഷ്ടിച്ചു. ഏതേഷാം പഞ്ചതത്വാനാം, ഈ ഏതേഷാം പഞ്ചതത്വാനാം, ഈ 5 തത്വങ്ങളുടെ ഒട്ടാകെയുള്ള സമഷ്ടി സാത്വികാംശാത്, ഏതേഷാം പഞ്ചതത്വാനാം സമഷ്ടി സാത്വികാംശ, ഈ പഞ്ചതത്വങ്ങളുടെ ഒട്ടാകെയുള്ള സാത്വികാംശത്തിൽ നിന്ന്, എല്ലാറ്റിൻ്റെയും ചേർത്തിട്ടുള്ള സാത്വികാംശത്തിൽ നിന്ന് മനോബുദ്ധി അഹങ്കാര ചിത്താനി, മനസ്സ്, ബുദ്ധി, അഹം എന്ന ബോധം, ചിത്തം, അന്ധക്കരണാനി, അന്ധക്കരണ വൃത്തികൾ, സംഭൂതാനി, സൃഷ്ടിച്ചു, സംഭവിച്ചു. അപ്പൊ ഈ അന്ധക്കരണ വൃത്തികൾ എന്തൊക്കെയാണ്? ഈ ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി, ഇതിന്റെ എല്ലാറ്റിൻ്റെയും സാത്വികാംശം കൊണ്ട് ചേർത്ത് കൊണ്ടെടുത്ത്, ആ സാത്വികാംശം കൊണ്ട് മനസ്സ്, ബുദ്ധി, അന്ധക്കരണം, ഇതെല്ലാം തന്നെ, മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തം, ഈ അന്ധക്കരണ വൃത്തികളെയൊക്കെ സൃഷ്ടിച്ചു. ഈ അന്ധക്കരണ വൃത്തികളൊക്കെ ഉണ്ടായത് ഇതിൽ നിന്നാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇനി ഇതൊക്കെ എന്തൊക്കെയാണ് എന്ന് നേരത്തെ അപഗ്രഥിച്ചതുപോലെ അപഗ്രഥിക്കേണ്ടതല്ലേ? തീർച്ചയായിട്ടും. ഇനി ഓരോന്നിനെ അപഗ്രഥിക്കുക. എന്താണ് മനസ്സ്? മനസ്സിനെ നിർവചിക്കും. സങ്കല്പ വികൽപാത്മകം മനഃ, സങ്കല്പങ്ങളും വികൽപ്പങ്ങളും ഉണ്ടാക്കുന്നതാണ് മനസ്സ്. മനസ്സിനെ ഭഗവത്പാദർ വിവേക ചൂടാമണിയിൽ പറയും ചഞ്ചലാത്മിക, അത് ഇളക്കിക്കൊണ്ടിരിക്കുന്ന, ഇളകുന്നതാണ്. അങ്ങനെ, അതായത് ചിന്തകളുടെ പ്രവാഹമാണ്, ഒന്നിനു പിറകെ ഒന്നൊന്നായിട്ട് ഇങ്ങനെ അലകളായി വരുന്നതാണ്. അതെന്താണ്? സങ്കല്പ വികൽപാത്മകം, ഉദിച്ചുയർന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു, ഓരോന്നും വന്നുകൊണ്ടിരിക്കുന്നു. അതാണ് മനസ്സ്. ബുദ്ധി എന്താണ് അങ്ങനെയാണെങ്കിൽ? നിശ്ചയാത്മിക ബുദ്ധി, ഇളക്കമില്ലാത്ത ഒന്നിൽ ഉറക്കുന്നതാണ് ബുദ്ധി. നിശ്ചയാത്മിക ബുദ്ധി. അഹം കർത്ത ഇതി അഹങ്കാരഃ, അഹം കർത്ത, ഞാൻ ചെയ്യുന്നവൻ, ഞാൻ കാണുന്നവൻ, ഞാൻ കേൾക്കുന്നവൻ, ഞാൻ രുചിക്കുന്നവൻ, ഞാൻ സ്പർശിക്കുന്നവൻ. ആ ഡ്വർഷിപ്പിനാണ് നമ്മൾ എന്തു പറയുന്നത്? അഹങ്കാരം. ഞാൻ ചെയ്യുന്നവനാണ്, അതിനെയാണ് അഹങ്കാരം. അതെന്താണ്? ഒരു വൃത്തിയാണ്, ചിത്തവൃത്തിയാണ്. അത് വളരെ മോശപ്പെട്ടത്, ഉപേക്ഷിക്കേണ്ടത് നല്ല. അഹങ്കർത്ത ഇതി അഹങ്കാരം. ചിന്തന കർത്തൃം ചിത്തം, ചിന്തിക്കുക എന്നുള്ള, ചിന്തിക്കാനും അത് ഓർത്തു വെക്കുക എന്നുള്ള പ്രക്രിയയാണ് ചിത്തത്തിൻ്റെത്. അത് ഇനി അന്ധകരണം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഏറ്റവും സൂക്ഷ്മമായിട്ടുള്ളതാണ്, ഇതെല്ലാം തന്നെ. തുടർന്ന് നേരത്തെ ഓരോന്നിന് ദേവതകളെ സങ്കല്പിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ്? കണ്ണിന്റെ ദേവത, കാതിന്റെ ദേവത, നാസികയുടെ ദേവത, ത്വക്കിന്റെ ദേവത, രസനയുടെ ദേവത. ഇതെല്ലാം പഞ്ചമഹാഭൂതങ്ങളാണ്. ഈ ജ്ഞാനേന്ദ്രിയങ്ങളെല്ലാം പഞ്ചമഹാഭൂതങ്ങളുടെ സാത്വികമായ അംശത്തിൽ നിന്ന് രൂപപ്പെടുത്തിയെടുത്തിട്ടുള്ളതാണ്. തുടർന്ന് പറയുന്നു, ഇവര് ഈ പറയപ്പെട്ടിട്ടുള്ള മനസ്സ്, ബുദ്ധി ഇത്യാദികൾക്കൊക്കെ അധിഷ്ഠാന ദേവതകളുണ്ട്. ആ ദേവതകളെ കുറിച്ച് പറയും. മനസ്സോ ദേവത ചന്ദ്രമ, മനസ്സിന്റെ ദേവൻ ചന്ദ്രനാണ്. ചന്ദ്രൻ എപ്പോഴും പൂർണ്ണചന്ദ്രനെ, മനസ്സിനെപ്പോഴും പൂർണ്ണചന്ദ്രനെയൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു ഉന്മേഷം, ഒരു വളരെ എന്താ പറയാ, ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒന്ന്. ഈ ലൂനാറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ ലുനാറ്റിക് എന്ന് പറയുന്ന എന്താ പറയാ, മാനസിക വിഭ്രാന്തി ഉണ്ടല്ലോ, അതിന് പറയുന്നതിന് ലുനാറ്റിക് എന്നല്ലേ. ഇനി പഠനത്തില് പറയുന്ന ഒന്ന്, ഈ ചന്ദ്രൻ, പൂർണ്ണചന്ദ്രനും അതുപോലെ തന്നെ കറുത്തവാവും വെളുത്തവാവും ഒക്കെ മാനസിക വിഭ്രാന്തിക്ക് കാരണമായി തീരുന്നുണ്ട്. പൂർണ്ണചന്ദ്രൻ എപ്പോഴും സന്തോഷം ഉണ്ടാക്കുന്നു, എന്നാൽ ചന്ദ്രന്റെ അസാന്നിധ്യം മനസ്സിനെ അസ്വസ്ഥമാക്കാൻ പോകുന്നു. മനസ്സെപ്പോഴും, മനസ്സും ചന്ദ്രനും തമ്മിൽ
ഒരു ബന്ധമുണ്ട് എന്ന് നൂറ്റാണ്ടുകൾക്കപ്പുറത്ത് ചിന്തയിൽ വളരെ കൃത്യമായി, ചിന്ത മാത്രമല്ല മനസ്സിന്റെ അധിഷ്ഠാന ദേവനായിട്ട് തന്നെ സങ്കല്പിച്ചിട്ടുണ്ട്. ആരെ? ചന്ദ്രൻ. മനസ്സോ ദേവത ചന്ദ്രമാ. ബുദ്ധേ ബ്രഹ്മ. ബുദ്ധിയുടെ ദേവനയാണ്, ബുദ്ധിയുടെ ദേവത ബ്രഹ്മാവാണ്. അഹങ്കാരസ്യ രുദ്രഹ. രുദ്രൻ അഹങ്കർത്തൃത്വത്തെ, അഹങ്കാരത്തിന്റെ അധിഷ്ഠാന ദേവതയാണ്. ചിത്തസ്യ വാസുദേവ. ചിത്തത്തിന്റെ ദേവൻ ആരാണ്? വാസുദേവനാണ്. ഇങ്ങനെ ഏതേഷാം പഞ്ചതത്വാനാം മധ്യേ, ഇങ്ങനെ ഈ പഞ്ചതത്വങ്ങളുടെ മധ്യേ ആകാശസ്യ രാജസംശാത്. അപ്പോ ആകാശത്തിന്റെ സാത്വികമായ അംശം കൊണ്ടാണ് കാതിനെ സൃഷ്ടിച്ചത് എന്ന് പറഞ്ഞു. ഇനി പഞ്ചതത്വാനാമതി, ഈ പഞ്ചതത്വങ്ങളിൽ ഇതിന്റെ ഇടയിൽ ആകാശത്തിന്റെ രാജസമായ ഭാവം. അപ്പൊ ആകാശത്തിന് സാത്വികവും രാജസവും താമസികവുമായ ഭാവങ്ങളുണ്ട്. അപ്പൊ ഇതില് രാജസികമായതിൽ നിന്ന് ആകാശസ്യ രാജസംശാത് വാഗ് ഇന്ദ്രിയം സംഭൂതം. വാക്ക്, ഈ വാക്ക് സംഭവിക്കുന്നത് സ്പേസിലാണല്ലോ. ഈ വാക്ക് വരുന്നത് തന്നെ ശബ്ദം ഉണ്ടാകുന്നു. ശബ്ദത്തിന് സഞ്ചരിക്കാനും അത് ആവശ്യമാണ്. ആ മീഡിയം, ശബ്ദം സ്വീകരിക്കുന്ന മീഡിയം തന്നെ സ്പേസ് ആണ്. അപ്പോ രാജസംശം കൊണ്ടാണ് എന്തുണ്ടാക്കിയത്? വാക്കിനെ രൂപപ്പെടുത്തിയിട്ടുള്ളത്. വളരെ ഗംഭീരമായ ഗവേഷണ വിഷയമാണിത്. ഈ ആയുർവേദത്തില് ഇതിന്റെ ഗംഭീര പഠനങ്ങളുണ്ട് എന്നുള്ളതാണ്. അതായത് ഗുരു നിത്യചൈതന്യ യതിക്ക് കുറച്ചു കാലം സംസാരശേഷി പൂർണ്ണമായി നഷ്ടപ്പെട്ടു. അങ്ങനെ ഗുരു തൃശ്ശൂർ വൈദ്യമഠത്തിലാണ് ആയുർവേദവും ചികിത്സയുമായിട്ട് ചികിത്സ സ്വീകരിച്ചത്. അങ്ങനെ വൈദ്യമഠമാണ് ഗുരുവിന് സംസാരശേഷി വീണ്ടെടുത്തു കൊടുക്കുന്നത്. ഗുരു തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഗുരു ആയുർവേദത്തിന്റെ കാര്യങ്ങളൊക്കെ കുറെ പഠിച്ചിട്ടുള്ള, ഈ ഇത് പരാമർശമുള്ളതും അതിൽ നിന്ന് അത് അനുബന്ധമായിട്ടുള്ള ഗ്രന്ഥ പഠനവും ചർച്ചകളും ചിന്തകളും ഒക്കെ ചെയ്ത് അദ്ദേഹത്തിന് തന്നെ സ്വയം ബോധ്യമായിട്ടുള്ള ഒരു കാര്യമാണ്, ഈ വഴിയിലാണ് എൻ്റെ ചികിത്സ ഇതിനെ വീണ്ടെടുക്കാൻ സാധിക്കാതെ. അവിടെ വെച്ചാണ് ഗുരു ബൃഹദാരണ്യകത്തിന് കമന്ററി എഴുതുന്നത്. ആ സമയത്താണ് അതിലും പരാമർശിക്കുന്നത്. അപ്പോ അതുകൊണ്ട് ഈ ഒരു പ്രത്യേക തരത്തിലുള്ള ഈ നെയ്യൊക്കെ കഴിക്കുമായിരുന്നു. കാരണം നെയ്യ് അഗ്നി ഏറ്റവും കൂടുതൽ ഇരിക്കുന്ന ഒന്നാണ്. തേജസ്സിന്റെ ഏറ്റവും ഉറഞ്ഞിരിക്കുന്ന ഒന്നാണ്. ഇപ്പൊ ഒരു പ്രത്യേക വിധത്തിലൊക്കെ അതിന്റെ ചികിത്സാ സമ്പ്രദായങ്ങൾ എങ്ങനെയായിരുന്നു നമുക്കറിയില്ല. പക്ഷെ അദ്ദേഹം പരാമർശിക്കുന്നുണ്ട്. സാത്വികമായ ആ അംശത്തിൽ നിന്ന് ഇത് ഉണ്ടാവും. ഇവിടെ ശങ്കരാചാര്യർ പറയുമ്പോ അത് നഷ്ടപ്പെടുമ്പോ എവിടെയാണ് അതിന്റെ കാര്യമായ പോർലയിട്ടിട്ടുള്ളത്, അല്ലെങ്കിൽ എവിടെയാണ് ശരിപ്പെടുത്തേണ്ടുന്നത്, അതൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. എന്തായാലും വളരെ നമ്മൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഇതൊരു വലിയ ഗവേഷണ വിഷയമാണ്. ഇത് നമുക്ക് വലിയ തിരിച്ചറിവ്, ഓരോ സാധാരണക്കാരനും തൻ്റെ ഓരോ ഇന്ദ്രിയങ്ങളും പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ്, ആ തൻ്റെ ഇന്ദ്രിയങ്ങള് ഒരു എന്താ പറയുക മറ്റു ബുദ്ധിമുട്ടുകൾ ഒന്നും കൂടാതെ പ്രവർത്തിക്കുന്ന സമയത്ത് ഈ പ്രവർത്തിക്കുന്നതിന് കാരണഭൂതമായി വർത്തിക്കുന്ന പ്രകൃതി എന്ന് പറയുന്ന പഞ്ചമഹാഭൂതങ്ങളുണ്ട്. ഇതിനോട് എനിക്കുള്ള വിധേയത്വം, ഇതിനോട് എനിക്കുള്ള ഒരു ആദരം, ഇതിന്റെ ഒരു ഉത്തരവാദിത്വം ഒക്കെ നമ്മളിൽ അറിയാതെ വന്നു ചേരും. അതിന് ഏൽക്കുന്ന പോറലുകൾ അത് നമ്മുടെയും കൂടെ വ്യക്തി ശരീരത്തിന് ഏൽക്കും എന്നുള്ള തിരിച്ചറിവിലേക്കൊക്കെ നമ്മൾ ഉയരുമ്പോൾ നമ്മുടെ ഈ പ്രകൃതിയോടുള്ള പരിസ്ഥിതിയോടുള്ള നമ്മുടെ സമീപനത്തിൽ തന്നെ മാറ്റം ഉണ്ടാവും. ജീവിത ദർശനത്തിൽ ഒരു മാറ്റം ഉണ്ടാവും. അതുകൊണ്ടാണ് ഇതൊക്കെ പഠിക്കേണ്ടതാണ്, നമ്മൾ ഉൾക്കൊള്ളേണ്ടതാണ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടോ നമുക്കിതൊക്കെ ആശ്രമത്തിൽ പോയി അവിടുന്ന്
ആണ് പഠിക്കാൻ സാധിക്കുന്നത്. സാധാരണ നമ്മുടെ വിദ്യാഭ്യാസങ്ങളിൽ ഒന്നത് ഇതൊക്കെ കൊടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പൊ പ്രത്യേകം സിലബസ്, ഇതിപ്പോ തത്വബോധം എന്ന് പറഞ്ഞ സിലബസ് ഉണ്ടാക്കിയത് കൊണ്ട് നമുക്ക് തോന്നുന്നില്ല എന്തൊക്കെയാണ് പഠിപ്പിച്ച് വിടുക എന്നുള്ളത്. അത് വേറൊരു കാര്യം. പക്ഷെ ഇത് അറിയേണ്ടതാണ്. എന്തായാലും ആകാശത്തിന്റെ സാത്വിക അംശത്തിൽ നിന്ന്, രാജസംശത്തിൽ നിന്ന് വാഗീന്ദ്രിയം സംഭൂതം. വായോഹോ രാജസംശാത്, അതുപോലെ തന്നെ വായുവിന്റെ രാജസംശത്തിൽ നിന്ന്, രജോ ഗുണത്തിൽ നിന്ന് പാണീന്ദ്രിയം സംഭൂതം, കൈകൾ ഉണ്ടായി. ഇതിൽ നിന്ന് വായുവിന്റെ, അതാണ് ഭീമൻ, വായുപുത്രൻ. വഗ്നേഹേ രാജസംശാത്, അഗ്നിയുടെ രജോ ഗുണത്തിൽ, രാജസംശത്തിൽ നിന്ന് പാദേന്ദ്രിയം സംഭൂതം, പാദങ്ങൾ ഉണ്ടായി. കാലുകള് അഗ്നിയുടെ രാജസംശത്തിൽ നിന്ന്. ജലസ്യ രാജസംശാത്, ജലത്തിന്റെ രാജസംശത്തിൽ നിന്ന് ഉപസ്ഥേന്ദ്രിയം സംഭൂതം, ജനനേന്ദ്രിയം സംഭവിച്ചു. പൃഥിവ്യ രാജസംശാത്, ഭൂമിയുടെ രാജസംശത്തിൽ നിന്ന് ബുധേന്ദ്രിയം സംഭൂതം, മലദ്വാരം, വിസർജനേന്ദ്രിയം സംഭവിച്ചു. ഏതേഷാം സമഷ്ടി രാജസംശാത്, നേരത്തെ പറഞ്ഞ ഏതേഷാം സമഷ്ടി സാത്വികംശാത് ഭൂതങ്ങളുടെ, ഇവിടെ ഏതേഷാം സമഷ്ടി രാജസംശാത് പഞ്ചപ്രാണ സംഭൂത, 5 പ്രാണന്മാർ സംഭവിച്ചു. ഈ 5 പ്രാണന്മാര് രൂപപ്പെട്ടിട്ടുള്ളത് ഈ സമഷ്ടി രാജസംശത്തിൽ നിന്നാണ്. ഏതേഷാം പഞ്ചതത്വാനാം താമസംശാത് പഞ്ചീകൃത പഞ്ചമഹാഭൂതാനി ഭവന്തി. തുടർന്ന് ഏതേഷാം പഞ്ചതത്വാനാം, ഈ പഞ്ചതത്വങ്ങളുടെ താമസംശത്തിൽ നിന്ന്, ഇപ്പോ സാത്വികാംശവും രാജസാംശവും പറഞ്ഞു കഴിഞ്ഞു. ഇനി ഈ പഞ്ചതത്വങ്ങളുടെ താമസാംശത്തിൽ നിന്ന് പഞ്ചീകൃത പഞ്ചമഹാഭൂതാനി എന്ന് പറയാം, പഞ്ചഭൂതാനി, പഞ്ചീകൃത പഞ്ചഭൂതാനി ഭവന്തി, പഞ്ചീകരിക്കപ്പെട്ട പഞ്ചമഹാഭൂതങ്ങൾ സംഭവിച്ചു.